Which of the following statements are from Mahatma Gandhi? First statement, live as if you were to die tomorrow. Learn as if you were to live forever. Second statement, literacy is neither the end of education nor even the beginning. Third statement, by spiritual training, I mean education of the heart. സോ ഇത് 2016 ചോദിച്ച ചോദ്യമാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഓൺലി 1, ഓപ്ഷൻ ബി ബോത്ത് 1 and 2, ഓപ്ഷൻ സി ബോത്ത് 1 and 3 ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദ 3. സോ ഇതുപോലുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതലും റിമെമ്പറിംഗ് ലെവലിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് മഹാത്മാഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. സോ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. പ്രധാനമായിട്ടും ഫിലോസഫേഴ്സിന്റെ കീഴിലാണ് ഈ ചോദ്യങ്ങൾ വരിക. മേജർ ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലാറ്റോ, മഹാത്മാഗാന്ധി, വിവേകാനന്ദ, ജോൺ ഡൂയി, മോണ്ടിസോറി, ഇതുപോലുള്ള ഫിലോസഫേഴ്സ് പ്രധാനമായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഓർത്തു വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇനി വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എല്ലാ ഫിലോസഫേഴ്സിനെ കുറിച്ചും ഫുള്ളായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റില്ല. സോ എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഓരോ ഫിലോസഫേഴ്സിനെ എടുത്തിട്ട് അവരുടെ പ്രധാന വർക്കുകൾ, മേജർലി ബുക്സ്, പിന്നെ അവരുടെ ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ബുക്സ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നീട് അവർ ഏത് സ്കൂൾ ഓഫ് തോട്ടിൽ ബിലീവ് ചെയ്യുന്നവരാണ്, അതായത് അവരുടെ ഫിലോസഫിക്കൽ ഏരിയ ഏതാണ് അത് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അറിയേണ്ടത് അവരുടെ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, എസ്പെഷ്യലി ഫിലോസഫേഴ്സ് ലൈക്ക് മഹാത്മാ ഗാന്ധി, സ്വാമി വിവേകാനന്ദൻ, സോക്രട്ടീസ്, പ്ലേറ്റോ, അതുപോലുള്ള ഫിലോസഫേഴ്സിന്റെ. ഓക്കെ, സോ ഇതിപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകളും മഹാത്മാഗാന്ധി പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ, ദാറ്റ് ഓൾ ദ 3. ഓക്കെ, സോ ഇതുപോലുള്ള വേറെ ചോദ്യങ്ങൾ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളഞ്ഞിട്ട് പ്ലേറ്റോ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ഇതിനു മുമ്പ് പ്ലേറ്റോ റിപ്പബ്ലിക്കിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യത്തിലുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, എന്നിട്ട് ചോദ്യം മാറ്റാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രം പ്ലേറ്റോ? സോ അങ്ങനെയുള്ള മാറ്റി ഈ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ഓപ്ഷൻ, ഓൾ ദ 3. True education must correspond to the surrounding circumstances, or it is not a healthy growth. Whose words are these? ഇത് 2020 ചോദിച്ചൊരു ചോദ്യം. അതായത് ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നതായിരിക്കണം. അതർവൈസ്, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ ഹെൽത്തി ഗ്രോത്ത്, അത് നല്ലൊരു വളർച്ചയല്ല. ഇത് ആരാണ് പറഞ്ഞത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധി, ഓപ്ഷൻ സി ഡോക്ടർ രാധാകൃഷ്ണൻ ആൻഡ് ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദ. സോ ഈ കോട്ട്, ഈ ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ്. സോ മഹാത്മാഗാന്ധിയുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷനിലൂടെ അദ്ദേഹം ലോകത്ത് സമാധാനത്തെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ത്രൂ എഡ്യൂക്കേഷൻ ഓൺലി വി ക്യാൻ അറ്റൈൻ പീസ് എന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം മോറൽ വാല്യൂസും എത്തിക്സും എഡ്യൂക്കേഷനിലൂടെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്ക് ഇംബൈബ് ചെയ്യാൻ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ് എഡ്യൂക്കേഷനിലൂടെ അദ്ദേഹം പ്ലാൻ ചെയ്തത്. അത് മാത്രമല്ല, ഒരു സ്റ്റേറ്റിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി, ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ പീപ്പിൾസ് കോൺട്രിബ്യൂഷൻ, ജനങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. അതിനുവേണ്ടി ജനങ്ങളെ എഡ്യൂക്കേഷനിലൂടെ സ്വന്തം കാലിൽ നിർത്തുക, ഡിപ്പെൻഡിങ് അപ്പോൺ ദംസെൽസ്. ആ ഒരു ഐഡിയ ആണ് മഹാത്മാഗാന്ധി എഡ്യൂക്കേഷനിലൂടെ പിന്നീട് മുന്നോട്ട് വെച്ചത്. അതിന്റെ പേരിലാണ് അദ്ദേഹം വൊക്കേഷണൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു പാർട്ട് ആവണം എന്ന് അഡ്വക്കേറ്റ് ചെയ്തത്. സോ ഇതൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫിക്കൽ വ്യൂസ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച്. വളരെ ചെറിയ രീതിയിലാണ് ഞാനിത് പറഞ്ഞത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫിലോസഫിക്കൽ വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നോക്കാം. അദ്ദേഹം നമുക്കറിയാം ഏഷ്യയിലെ ആദ്യത്തെ ഒരു നോബൽ ലോറേറ്റ് ആണ്. അദ്ദേഹത്തിന് ശാന്തിനികേതൻ എന്ന് പറഞ്ഞ സ്കൂളിൽ അദ്ദേഹം കുട്ടികളെ പ്രകൃതിയുടെ കൂടെ ചേർത്തിരുത്തിയിട്ടാണ് വിദ്യാഭ്യാസം അദ്ദേഹം സ്കൂളിൽ നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം കൂടുതലും ഒരു നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലോസഫറാണ്. അദ്ദേഹം നേച്ചറിലാണ് നോളജ് ഉള്ളത്. നേച്ചറിലൂടെ തന്നെയാണ് നമ്മൾ നോളജ് അക്വയർ ചെയ്യേണ്ടതും എന്ന് വിശ്വസിച്ച ഫിലോസഫേഴ്സിൽ ഒരാളാണ് രവീന്ദ്രനാഥ് ടാഗോർ. സോ ഹി ഈസ് ബേസിക്കലി കൺസിഡേർഡ് ആസ് എ നാച്ചുറലിസ്റ്റ്. ഡോക്ടർ രാധാകൃഷ്ണനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ്, 2ാമത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറെ നോളജ് അക്വയർ ചെയ്യൽ മാത്രമല്ല, അതും നോളജ് അക്വയർ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫഷണലും അക്കാഡമിക്കും ആയിട്ടുള്ള നോളജ് മാത്രം അക്വയർ ചെയ്യല, അതിനപ്പുറമുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യലാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി നെവർ എ ബുക്കിഷ് ലേണിംഗ്. ബുക്കുകളിലുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുന്നതായിരിക്കരുത് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഫാക്ട്സുകൾ മെമ്മറൈസ് ചെയ്യുന്നത് മാത്രമായിരിക്കരുത് എഡ്യൂക്കേഷൻ. അദ്ദേഹം നമ്മുടെ പ്രൊഫഷണലും അക്കാഡമിക് ലൈഫിനും അപ്പുറത്തേക്ക് നോളജിനെ കണ്ടെത്തുന്നതിനായിരിക്കണം, അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന ഫിലോസഫിയിൽ
വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ. ഓക്കെ,